ഒരു വെല്ലുവിളി പോലെ നടത്തുന്ന ഒരു സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടാൻ അതിന് സാധ്യമല്ല. ഹിന്ദു വിശ്വാസങ്ങൾ തകർന്നാൽ മാത്രമേ കമ്മ്യൂണിസത്തിന് വേരോട്ടമുണ്ടാവും. ക്ഷേത്രങ്ങൾ നശിച്ചാൽ മാത്രമേ കമ്മ്യൂണിസം പാടും എന്നത് അവരുടെ എക്കാലത്തെയും പ്രഖ്യാപനമാണ്. അന്നത്തെ ഭക്തരുടെ ഒരു അവസ്ഥ എന്തായിരുന്നു ശബരിമലയിൽ? ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ജനങ്ങൾ അതിനെ സമീപിച്ചത്. ഒരേ മനസ്സൊരേ ജപം ഒരേ വികാര നിർഭരം. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ അവമാനിക്കാൻ ഇവർ തയ്യാറാവും. സർക്കാർ അവിടെ വ്യാപാര കേന്ദ്രമായി മാറ്റുകയാണ്. ദേവസ്വം ബോർഡ് എല്ലാം തങ്ങളുടെ കുത്തകയാണ് എന്ന് പറഞ്ഞ് സേവനം ചെയ്യുന്ന ആളുകളെയും സമർപ്പിക്കുന്ന ആളുകളെയും ആട്ടി ഓടിച്ചിരിക്കുകയാണ്. വരുമാനത്തിന് വേണ്ടിയിട്ട് ഭക്തന്മാരെ ചൂഷണം ചെയ്യാന്നുള്ളതാണ്. ഇതിനുള്ള ഒരു തിരിച്ചടി സർക്കാരിന് തീർച്ചയായിട്ടും ലഭിക്കില്ലേ എന്നുള്ളതാണ്. അവരെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് അവർ പറയും ഞങ്ങൾ തിരുത്തിയെന്നുണ്ട്. അവിടുത്തെ ചിട്ടകൾ തകർക്കരുത് എന്നുള്ള ബോധ്യമൊക്കെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വരെ കയറി എന്ന് പറഞ്ഞാൽ, രണ്ട് കുഞ്ഞുങ്ങള് അവിടേക്ക് കയറ്റിവിടല്ലേ എന്ന് പറയുന്ന, കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വിഷയമുണ്ട്. വളരെ സുഖമായി തീർത്ഥാടനം നടക്കണം, വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുവെച്ചാൽ ഭക്തന്മാരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചു. ഏറ്റവും അവസാനം തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു അവലോകന യോഗം. ആ അവലോകന യോഗം എന്ന് പറഞ്ഞാൽ സർവ്വം അവതാളത്തിലാക്കാനുള്ള യോഗം. പക്ഷെ കേന്ദ്രം കൊടുത്ത എത്ര ഫണ്ടുകളാണ് ലാപ്സ് ആയിട്ട് പോയിട്ടുള്ളത്? ക്ഷേത്രങ്ങളെ വെച്ചുകൊണ്ട്, ആരാധനയെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പണം സമ്പാദിക്കാം എന്ന ഈ ദുഷ്ടലാക്ക എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർക്ക് അല്പം വിശ്വാസമൊക്കെ ആകാം എന്ന് പാർട്ടി തീരുമാനിച്ചാൽ ഈ പ്രശ്നം അവസാനിക്കുന്നേ ഉള്ളൂ. സമത്വത്തിന്റെ പ്രതീകമായ ശബരിമലയെയാണ് ഇപ്പോൾ ഭക്തന്മാരെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് അവിടെ സ്പർദ്ധയുണ്ടാക്കി ബോധപൂർവ്വം ഓരോ പ്രശ്നം കൊണ്ടുവരലാണ്. വാസനാമൂർത്തിയും ഉപാസകനും ഒന്നായി മാറുന്ന അദ്വൈതത്തിന്റെ മഹാപരിഷ്ഠത ഇവിടെയുണ്ട്. സംഗമം നടത്താൻ പോകുന്നവരെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നമുക്കറിയാം ശബരിമല വിഷയം ഉണ്ടായതിനു ശേഷം ഒരിക്കൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പൂജിക്കുന്ന തന്ത്രിമാർ അല്ലെങ്കിൽ അവിടെ പൂജിക്കാൻ എത്തുന്നവർ നൈഷ്ഠിക ബ്രഹ്മചാരികളല്ലല്ലോ. അത്തരത്തിലൊരു പരാമർശം നടത്തിയതായിട്ടുണ്ട്. അതുപോലെ എം സ്വരാജ് പറഞ്ഞിരുന്നു, കന്നിസ്വാമികൾ എത്താത്തത് കൊണ്ട് അയ്യപ്പൻ കല്യാണം കഴിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കുകയുണ്ടായി എം സ്വരാജ്. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, അദ്ദേഹം അവിടെ അയ്യപ്പന്റെ നടയില് കൈകൂപ്പാതെ നിൽക്കുന്ന ഒരു ചിത്രം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ചിത്രങ്ങളാണ്. ഇത്തരത്തിൽ ഓരോ രീതിയിലും വിശ്വാസികളെ വിഷമിപ്പിച്ച സംഭവങ്ങളാണ് ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് പല ഘട്ടങ്ങളിലായിട്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇന്ന് അവർ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ വിശ്വസിക്കുക? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരൊക്കെ പ്രഖ്യാപിത യുക്തിവാദികളാണ്. അവരവരുടെ പ്രത്യയശാസ്ത്രം അതാണ്. പക്ഷേ അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഈ ആക്ഷേപിക്കുന്നതല്ല ഏകപക്ഷീയമായി ഹിന്ദുക്കളെയും ഹിന്ദു വിശ്വാസത്തെയും ക്ഷേത്രത്തെയും മാത്രം. അക്കാര്യത്തിൽ അവർ വലിയ ശ്രദ്ധ പുലർത്താറുണ്ട്. ആരാധനാലയങ്ങൾ പറയുന്നുണ്ട്, വിശ്വാസങ്ങൾ പറയേണ്ടതുണ്ട്. അതിനെയൊന്നും ഇങ്ങനെ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നും അവർ തയ്യാറില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതമെന്നും അത് എന്ത് വില കൊടുക്കേണ്ടി വരുമെന്നും അവർക്ക് നല്ല ധാരണയുണ്ട്. ഹിന്ദുക്കളാകുമ്പോൾ ഹിന്ദുക്കൾ സംഘടിതരല്ലാത്തതുകൊണ്ട് ഏത് ആക്ഷേപത്തെയും സഹിക്കും, ക്ഷമിച്ചോളും. ഹിന്ദുക്കൾ മറക്കാനും പൊറുക്കാനും അറിയുന്നവരാണ്. അല്ലെങ്കിൽ ഈ ആക്ഷേപങ്ങളൊന്നും അത് ഹിന്ദുക്കളെ ബാധിക്കില്ല, തങ്ങളെയും ബാധിക്കില്ല. അത് മറ്റു ചിലരെ സന്തോഷിപ്പിക്കും. ഹിന്ദുക്കളെ പരിഹസിക്കുമ്പോൾ സന്തോഷിക്കുന്ന ആളുകൾ പറയുണ്ടാവും. അപ്പം അത്തരം ആളുകളുടെ പിന്തുണ തങ്ങൾക്ക് കിട്ടും എന്നൊക്കെയുള്ള ദുരുപദിഷ്ടമായ നീക്കങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പൊ ദേവസ്വം വകുപ്പ് ഭരിക്കുന്ന മന്ത്രി, ആ മന്ത്രി അയാൾ വിശ്വാസി അല്ലെങ്കിൽ എന്തിനാണ് ശ്രീകോവിലിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? വേറൊരു ഭക്തന് പോയിട്ട് കാണാനുള്ള അവസരമല്ലേ മുടക്കുന്നത്? ഭരിക്കാനാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഭരിച്ചാൽ പറയും. വിശ്വാസിയെല്ലാം പിന്നെ അവിടെ പോയി നിൽക്കേണ്ട കാര്യമില്ല. നടയിൽ പോയാൽ തൊഴിൽ. പ്രസാദം വാങ്ങിയിട്ട് സാനിറ്റൈസർ പുരട്ടുന്ന പോലെ കയ്യിൽ പുരട്ടിയിട്ട് അപമാനിക്കുകയാണ്. ഇതിൽ ലോകം മുഴുവനുള്ള ആളുകൾ കാണുന്നില്ലേ? ഇങ്ങനെ ഈ നാടകം എന്തിനാണ് കളിക്കുന്നത്? ഇങ്ങനെ എന്തിനാ ആക്ഷേപിക്കുന്നത്? എന്തിനാ പരിഹസിക്കുന്നത്? എന്തിനാ വെല്ലുവിളിക്കുന്നത്? ഇതൊക്കെ വിശ്വാസത്തെ വെല്ലുവിളിക്കുകയാണ്, വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണ്. ഞാനിതൊക്കെ ചെയ്യും, നിങ്ങളാരോ ചോദിക്കാം എന്ന ധാർഷ്ട്യമാണ് ശ്രീകോവിലിന്റെ മുമ്പിൽ പോയിട്ടൊക്കെ കാണിക്കുന്നത്. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ അവമാനിക്കാൻ ഇവർ തയ്യാറാവും. മറ്റു മതത്തിന്റെ വിശ്വാസികളും മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത് ഇത്തരം ഒരു സമീപനം അവർ ചെയ്യുന്നത്
എപ്പോഴും ഹിന്ദു വിരുദ്ധമായ അതിനെ തകർക്കാനുള്ള ഒരു നീക്കം അവർ നടത്താറുണ്ട്. ഹിന്ദു വിശ്വാസങ്ങൾ തകർന്നാൽ മാത്രമേ കമ്മ്യൂണിസത്തിന് വേരോട്ടമുണ്ടാവൂ. ക്ഷേത്രങ്ങൾ നശിച്ചാൽ മാത്രമേ കമ്മ്യൂണിസം വളരൂ എന്നത് അവരുടെ എക്കാലത്തെയും പ്രഖ്യാപനമാണ്. അത് കുറേ കാലമായിട്ട് വിചാരിച്ച് നടന്നില്ല. പുറത്തു നിന്നായിരുന്നു എതിർത്തത്. ഇപ്പോൾ ഉള്ളിൽ കടന്നിട്ട് ഇതിനെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പുറത്ത് ദശകങ്ങളായി നടത്തിയിട്ട് വിജയിക്കാത്തത് ഉള്ളിൽ കയറിയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. അതുകൊണ്ട് വിശ്വാസികളും ഭക്തജനങ്ങളും ഇക്കാര്യത്തിൽ വളരെ ജാഗരൂകരാണ്. ഇപ്പോൾ ശബരിമല എന്ന് പറയുന്നത് അത് ഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഭക്തന്മാർ വരുന്നൊരു ക്ഷേത്രമാണ്. ഋഷികേശ് ഉണ്ട്, ബദരിയുണ്ട്, അതുപോലെ കാശിയുണ്ട്, മഥുരയുണ്ട്, അയോധ്യയുണ്ട്. അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളുണ്ട്, വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ. ആ മഹാക്ഷേത്രങ്ങളുടെ ഒരു നിലയിലും നിലവാരത്തിലുമുള്ള സമാനമായ ഒരു സ്ഥാനമുള്ള മഹാക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. അവിടെ ഭാഗീരഥിയാണെങ്കിൽ ഇവിടെ പമ്പയുണ്ട്, അവിടെ ഹിമാലയമാണെങ്കിൽ ഇവിടെ ശബരിമലയുണ്ട്. അങ്ങനെ വളരെ സമാനതകളുണ്ട്. ക്ഷേത്രങ്ങളാണെങ്കിൽ ആ ഓരോ ക്ഷേത്രങ്ങളിലുള്ള സവിശേഷത പോലെ ഇവിടെ സവിശേഷമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുണ്ട്. കാനന മധ്യത്തിലാണ് ധർമ്മശാസ്താവ് കുടികൊള്ളുന്നത്. അവിടത്തേക്ക് പോകണമെങ്കിൽ 41 ദിവസത്തെ വ്രതമുണ്ട്, ചര്യകളുണ്ട്, ചിട്ടകളുണ്ട്. ഇവിടെ ആരാധനാമൂർത്തിയും ഉപാസനാമൂർത്തിയും ഉപാസകനും ഒന്നായി മാറുന്ന അദ്വൈതത്തിൻ്റെ മഹാപരിഷ്ഠത ഇവിടെയുണ്ട്. ഇവിടെ ഭക്തനും ഈശ്വരനും ഒന്നാണ് എന്നുള്ള സങ്കല്പമുണ്ട്. എല്ലാവരും അയ്യപ്പനാണ്, സ്വാമിയാണ്, ആ കാഴ്ചപ്പാടുണ്ട്. ഇതൊക്കെ സ്വമേധയാണ്, ആരും നിർബന്ധിച്ചല്ല. അപ്പോൾ ഒരു വർഷത്തേക്ക് ഉള്ള ജീവിതത്തിലൂടെ 41 ദിവസം ഈ വ്രതം അനുഷ്ഠിച്ച് ജീവിക്കുക, എന്നിട്ട് ശബരിമലയിൽ പോവുക, ദർശനം നടത്തുക എന്നുള്ളത് ഒരു പരിത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ പരിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ കൊടുമുടി കയറിയ ഒരു മഹാക്ഷേത്രമാകുന്നു ശബരിമല എന്ന് പറയുന്നത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേരളത്തിലേക്ക് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഒഴുകി വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആളുകൾ പഠിക്കാൻ വേണ്ടി പുറത്തുനിന്ന് വിദ്യാർത്ഥികളൊന്നും വരുന്നില്ല. അതുപോലെ ടൂറിസ്റ്റുകളായിട്ട് ആളുകൾ പുറത്തുനിന്ന് വരുന്നത് വളരെ കുറവാണ്. ആരോഗ്യത്തിൽ ഇവിടുത്തെ നമ്പർ 1 ആണെന്ന് പറഞ്ഞ് ചികിത്സക്ക് വേണ്ടി മറ്റാരും ഇവിടെ നിന്ന് വരുന്നില്ല. ഇവിടുത്തെ ആളുകൾ ചികിത്സിക്കാൻ വേണ്ടി വിദേശത്തൊക്കെ പോകുന്നതാണ് അനുഭവം. ശബരിമലയിലേക്കാണ് അല്ലെ ഗുരുവായൂരിലേക്കാണ് പുറത്തു നിന്ന് ആളുകൾ വരുന്നത്. ഇവിടെ നമ്പർ 1 കേരളത്തിൻ്റെ മറ്റെന്തെങ്കിലും മഹിമ കണ്ടിട്ട് ആരും വരുന്നില്ല. അപ്പൊ കേരളത്തിന് ദേവസ്വം മന്ത്രി തന്നെ മുമ്പൊരിക്കൽ പറയുണ്ടായി, 10,000 കോടിയിലധികം രൂപ പ്രത്യക്ഷമായും പരോക്ഷമായും ശബരിമലയുടെ ഒരു സീസണിൽ കേരളത്തിന് വരുമാനം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തെ, ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആളുകൾ വരുന്നത് അവിടെ വലിയ സൗകര്യം കിട്ടണം അതൊന്നും വിചാരിച്ചിട്ടില്ല. ഒരു മിനിമം സൗകര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ആ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ മതിയോ? യാത്രാ സൗകര്യം വേണം, അവിടെ ഒരു ദിവസം തങ്ങണമെങ്കിൽ വിരിവെക്കാനുള്ള സൗകര്യം ഉണ്ടാകണം, പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള മിനിമം കാര്യങ്ങൾ വേണം, സാത്വികമായ ആഹാരം കിട്ടാനുള്ള സംവിധാനം വേണം. ഇത്തരം കാര്യങ്ങളാണ് ഒരു ശബരിമല ഭക്തൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല വരുന്നത്. അതൊരുക്കുന്നതിന് പകരം സർക്കാർ എന്താണ് ചെയ്യുന്നത്? സർക്കാർ അവിടെ ഒരു വ്യാപാര കേന്ദ്രമായി മാറ്റുകയാണ്. ഒരു വലിയ മാളിൻ്റെ പരിസരം പോലെയാക്കിയിട്ട് ശബരിമല മാറ്റുകയാണ്. അപ്പോൾ അവിടെ ചെറിയൊരു കടമുറി, അത് ലേലം കൊള്ളാൻ തന്നെ കോടിക്കണക്കിന് രൂപ ദേവസ്വത്തിൽ അടക്കണം. അപ്പം അങ്ങനെ ഒരു ഹോട്ടൽ ക്ഷേത്രത്തിന് മുമ്പിൽ, ശ്രീകോവിലിന് മുമ്പിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. അവിടെയൊക്കെ ഒരു ഹോട്ടൽ കിട്ടാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ലേലത്തിലെടുക്കണം എന്നാണ് പറയുന്നത്. അവർക്കത് മുതലാണ്ടേ. അവർ മുതലാക്കാൻ അമിത വില ഈടാക്കിയാണ് അവിടുത്തെ സാധനങ്ങൾ വിൽക്കുന്നത്. മാത്രമല്ല ബസ് വരെ അത്രയും പൈസ നിരക്കിലാണ് ഓടുന്നത് ശബരിമല. എല്ലാം അതെ. ശബരിമലയിലേക്ക് പോകാന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും കിട്ടാൻ ഭക്തർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇരട്ടിയിലധികവും എത്രയോ ഇരട്ടിയും പണം കൊടുത്തേ പറ്റും. ഒരു ചായ മുതൽ ഒരു മൂത്രമൊഴിക്കാൻ വരെ അവിടെ ഭക്തൻ അത് ചെയ്തേ പറ്റും. അപ്പോൾ ഇതെല്ലാം എന്താണ് ദേവസ്വം എന്താ പറയുന്നത്? ദേവസ്വത്തിന് വരുമാനം വേണമെന്ന്. അപ്പോൾ വരുമാനത്തിന് വേണ്ടിയിട്ട് ഭക്തന്മാരെ ചൂഷണം ചെയ്യാന്നുള്ളതാണ്. അവിടെ അന്നദാനം നടത്താൻ ആളുകൾ തയ്യാറാണ്. നേരത്തെ അയ്യപ്പ സേവാ സംഘം പോലുള്ള സംഘടനകളൊക്കെ അവിടെ അന്നദാനം നടത്തി അത് മുടക്കിയിരിക്കുകയാണ്. അന്നദാന മണ്ഡപം അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അയ്യപ്പ സേവാ സമാജം അന്നദാനം നടത്താൻ തയ്യാറാണ്. പല സംഘടനകളും തയ്യാറാണ്. അമൃതാനന്ദമയി മിഷൻ പോലുള്ള സ്ഥാപനങ്ങൾ, എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ
അവിടെ ഭക്തന്മാർക്ക് പോയി സൗജന്യമായി ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ധാരാളം ഡോക്ടർമാർ അവിടെ പോകുമായിരുന്നു. ആ സൗജന്യ പ്രവർത്തനമെല്ലാം വൈദ്യ പരിരക്ഷയെല്ലാം വിലക്കിയിരിക്കുകയാണ്. അന്നദാനം കൊടുക്കാൻ പാടില്ല, സേവന പ്രവർത്തനങ്ങൾ പാടില്ല, ഭക്തന്മാർക്ക് ഒരു കുടിവെള്ളം കൊടുക്കാൻ പോലും അനുവാദമില്ല. ദേവസ്വം ബോർഡ് എല്ലാം തങ്ങളുടെ കുത്തകയാണ് എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരെയും സന്നിധാനത്ത് നിന്ന് സേവനം ചെയ്യുന്ന ആളുകളെയും സമർപ്പിക്കുന്ന ആളുകളെയും ആട്ടി ഓടിച്ചിരിക്കുകയാണ്. എന്നാൽ ദേവസ്വം ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഭക്തന്മാർക്ക് ശബരിമലയിൽ വരാൻ വേണ്ടിയിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മുദ്ര ധരിച്ച് വ്രതമൊക്കെ ധരിച്ചു വന്ന ആളുകൾക്കും ശബരിമലയിൽ പോകാൻ പറ്റാതെ പമ്പയിൽ തേങ്ങ ഉടച്ച് നെയ്ത്തേങ്ങ ഉടച്ച്, പന്തളത്ത് പോയി നെയ്ത്തേങ്ങ ഉടച്ച്, മറ്റു പല അച്ചൻകോവിലും ഒക്കെ പോയി നെയ്ത്തേങ്ങ ഉടച്ച് അവർക്ക് തിരിച്ചു പോകേണ്ട, കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ട്. അപ്പൊ ഇപ്പൊ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പം പറയുന്ന കഴിഞ്ഞ വർഷമൊക്കെ വളരെ സുഖകരമായ തീർത്ഥാടനമായിരുന്നു ഒക്കെയാണ് പറയുന്നത്. എന്താ സംഭവം? അവര് തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തി. അവർ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ വളരെ സുഖമായി തീർത്ഥാടനം നടക്കണം, വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഭക്തന്മാരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചു. ശബരിമലയിൽ മുദ്ര ധരിച്ച് ആളുകൾക്ക് ശബരിമലയിൽ പോകാൻ പറ്റുന്നില്ല. അവർക്ക് നേരത്തെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു, അത് നിരോധിച്ചു. അങ്ങനെ ഭക്തജനങ്ങൾക്ക് വ്രതധാരിയായിട്ട് ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും നിഷേധിച്ചുകൊണ്ടാണ്, വഴികൾ നിഷേധിച്ചുകൊണ്ടാണ്, അവസരം നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾക്ക് മുമ്പൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നിരുന്നു, ഇതുപോലെ ഓൺലൈൻ ബുക്കിങ്ങിലൂടെയാണ് വന്നിരുന്നത്. അവിടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഭക്തന്മാരെ പരമാവധി കുറക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണോ വേണ്ടത്? ഭക്തന്മാർ ധാരാളമായി വരണം, വരുന്നവർക്ക് സുഖദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, അതാണ് മിനിമം ചെയ്യേണ്ടത്. അതുമാത്രമാണ് ദേവസ്വം ബോർഡ് ചെയ്യാത്തത്. ദേവസ്വം ബോർഡ് ഭക്തജനങ്ങൾക്ക് എത്രമാത്രം ദ്രോഹം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ശബരിമലയുടെ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുര്യോഗം. ഇപ്പൊ ഈ സംഗമം നടത്തുമ്പോൾ അവർ പറയുന്നുണ്ട് ശബരിമല വികസനത്തിന് വേണ്ടിയിട്ടുള്ള നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വികസനത്തിനുള്ള ഫണ്ട് ശേഖരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൂടി അതിനുണ്ട് എന്നുള്ളത്. പക്ഷെ കേന്ദ്രം കൊടുത്ത എത്ര ഫണ്ടുകളാണ് ലാപ്സ് ആയിട്ട് പോയിട്ടുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് എന്ന് പറയുന്ന ഒരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നില്ലേ? അത് കേന്ദ്രം ഇപ്പൊ 100 കോടി രൂപ കൊടുത്തെങ്കിൽ ആ 100 കോടി രൂപക്ക് കണക്ക് കൊടുക്കും. ഇവിടെ നിന്ന് കിട്ടുന്ന ഫണ്ട് പോലെയല്ല, അതിന് കൃത്യമായ മോണിറ്ററിങ് ഉണ്ട്, കണക്കുകൾ നോക്കും. അപ്പൊ അതിൽ നിന്ന് ചിലപ്പോൾ ഇവിടുന്ന് ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു തട്ടിപ്പ് നടത്താൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അനുവദിച്ച ഫണ്ട് ലാപ്സാക്കുന്നത്? എന്തിനാണ്? ഈ ശബരിമലയിലാണെങ്കിൽ ആകെ മണ്ഡല മകരവിളക്ക് കാലത്തൊഴികെ ബാക്കി സമയത്ത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ജോലി ചെയ്യുന്നതിന് എന്താ തടസ്സം? ഭക്തജനങ്ങളില്ല, പ്രശ്നമില്ല, തിരക്കില്ല. ബാക്കി ആകെ പിന്നെ നട തുറക്കുന്നത് മാസത്തിലെ ആരംഭത്തെ ദിവസങ്ങൾ മാത്രമാണ്. ബാക്കി ദിവസങ്ങളിലൊക്കെ അവർക്ക് ജോലിയൊക്കെ ചെയ്യിക്കാലോ. പക്ഷെ അതിനൊന്നും തയ്യാറാകുന്നില്ലല്ലോ. എപ്പോഴും എങ്ങനെയാണ്? ഏറ്റവും അവസാനം തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു അവലോകന യോഗം കൂടും. ആ അവലോകന യോഗം എന്ന് പറഞ്ഞാൽ സർവ്വം അവതാളത്തിലാക്കാനുള്ള യോഗം. ആ നിലയിലുള്ള ആസൂത്രണമാണ് അവിടെ നടത്തുന്നത്. വകുപ്പുകൾ തമ്മിൽ ഒരു ഏകോപനമില്ല. ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ ഏകോപനമുണ്ടോ? ഇല്ലല്ലോ. എപ്പോഴും അവർ തമ്മിൽ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ എല്ലാ വകുപ്പുകളും, ആരോഗ്യ സംവിധാനങ്ങൾ എല്ലാം, അപ്പൊ ഇങ്ങനെയുള്ള അവലോകന യോഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമാണ് കൂടുന്നത്. ഇപ്പൊ ഇവര് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു. പണമൊക്കെ ശബരിമലയുടെ കാര്യത്തിൽ ഭക്തന്മാർക്ക് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ പണം അവരിപ്പോ പുതിയൊരു മാനദണ്ഡമൊക്കെ അവർ പറഞ്ഞതും പ്രചരിപ്പിച്ചതും ശരിയാണെങ്കിൽ അവര് ചില കാർഡുകൾ പുതുതായിട്ട് പ്ലാറ്റിനം കാർഡുകൾ, അങ്ങനെ പലതരത്തിലുള്ള കാർഡുകളൊക്കെ ഇറക്കണം. അപ്പോൾ അങ്ങനെ പണം കൂടുതൽ കൊടുക്കുന്ന ആൾക്ക്, കോടികൾ കൊടുക്കുന്നവർക്ക് ഭഗവാനെ കാണാൻ, മുന്നിൽ നിന്ന് കാണാൻ ദർശനത്തിന് സൗകര്യം, അവർക്ക് താമസ സൗകര്യം. ശരിക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തന്മാരുടെ ഇടയിൽ സമത്വമുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല. ഒരു വിവേചനമില്ല, എല്ലാവരും ഒരുപോലെ. കോടീശ്വരനും അതുപോലെ തന്നെ സാധാരണക്കാരനും ഒരേ പരിഗണന. അങ്ങനെ വിവേചനമൊന്നുമില്ലാതെ സമത്വത്തിന്റെ പ്രതീകമായ ശബരിമലയെയാണ് ഇപ്പോൾ ഭക്തന്മാരെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് അവിടെ സ്പർദ്ധയുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവ്വം ഓരോ പ്രശ്നം കൊണ്ടുവരലാണ്. 2-3 കൊല്ലം ആ ഒരു യുവതീ പ്രവേശനത്തിന്റെ പ്രശ്നം ഉണ്ടാക്കി സമാധാനം കെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പൊ ഇനി പുതിയ ഭക്തന്മാർക്ക് വേണ്ടി ഭക്തന്മാരെ 2ആയി തിരിച്ച്, അല്ലെങ്കിൽ 3ആയി തിരിച്ച്, 4ആയി തിരിച്ച് അങ്ങനെ അവരെ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി.
അങ്ങനെ കുറേ ആളുകൾ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കഷ്ടപ്പെട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, തീർച്ചയായിട്ടും. അവര് വലിയ സാമ്പത്തിക ശേഷിയില്ലാത്തവൻ അവനവിടെ നിൽക്കണം. ഇവരൊക്കെ ദർശനം കഴിച്ച് പോകുന്നവരെ അവരവിടെ നിൽക്കണം, അല്ലെ ദർശനം കഴിയാതെ തിരിച്ചു പോകേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ദുഷ്ടബുദ്ധിയാണ്, ഈ കുറുക്കൻ കൗശലമാണ് ക്ഷേത്രങ്ങളെ വെച്ചുകൊണ്ട് ആരാധനയെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പണം സമ്പാദിക്കാം എന്ന ഈ ദുഷ്ടലാക്കാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർക്ക് അല്പം വിശ്വാസമൊക്കെ ആകാം എന്ന് പാർട്ടി തീരുമാനിച്ചാൽ ഈ പ്രശ്നം അവസാനിക്കുന്നേ ഉള്ളൂ. എല്ലാം ഈ ഇപ്പോൾ ഒരാളെങ്കിലും സൊസൈറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ്, പന്തലിന്റെ നിർമ്മാണം ഏൽപ്പിച്ചിരിക്കുകയാണ്, എല്ലാം ഏൽപ്പിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു കരാറോ കാര്യങ്ങളോ വരുമ്പോൾ അത് ഏൽപ്പിക്കുന്ന ആളുകളെ ഏൽപ്പിക്കുമ്പോൾ ഒരു ഉദ്ദേശമുണ്ട്, അതിന് പുറകിൽ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ എന്താണെന്ന് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം അഴിമതി നടത്താനുള്ള ഒരവസരമാക്കി മാറ്റുകയാണ് ദേവസ്വം ബോർഡും അതിന്റെ ഉദ്യോഗസ്ഥന്മാരും ചുമതലപ്പെട്ടവരും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിപ്പ് സംഘമാണ്. ഇനി നമ്മൾ 2018 പോവുകയാണെങ്കിൽ ഇപ്പൊ വത്സേട്ടൻ നമുക്കറിയാം അവിടെ ഉണ്ടായ പ്രക്ഷോഭങ്ങളിലെല്ലാം മുന്നിൽ നമ്മൾ കണ്ട ഒരാളാണ്. എങ്ങനെയാണ് ആ ഒരു നാളുകളെ ഓർത്തെടുക്കുന്നത് എന്നുള്ളതുണ്ട്. കാരണം അമ്മമാരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ഞങ്ങളെ ജനം ടിവിയുടെ ഒരു വിഷ്വലുണ്ട്, 2 കുഞ്ഞുങ്ങള് അവിടേക്ക് കയറ്റിവിടല്ലേ എന്ന് പറയുന്ന, കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വിഷ്വലുണ്ട്. അപ്പൊ അതൊക്കെ ഇന്നും കാണുമ്പോൾ നമുക്ക് അത്രത്തോളം സങ്കടം തരുന്ന ഓരോ ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ആ നാളുകളെ ഓർത്തെടുക്കുന്നത്? ശബരിമല അയ്യപ്പനുള്ള വിശ്വാസം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമാണ്. കാരണം അത് ആ ക്ഷേത്രത്തിൻ്റെയും അതിൻ്റെ ആരാധനയുടെയും ഒരു സവിശേഷത അതാണ്. ഒരയ്യപ്പൻ ശബരിമലയിലേക്ക് കെട്ടുമുറുക്കി പോകുമ്പോൾ അവിടെ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾ അവിടെ എത്തും, കെട്ടുനിറക്കം എത്തും. എന്നിട്ട് എന്തെങ്കിലും ഒരു നാണയെങ്കിലും ആ കെട്ടിലിടും, അയ്യപ്പന് വേണ്ടി കൊടുക്കാനോ. ക്ഷേത്രത്തിൽ നേരിട്ട് പോകാൻ സാധിക്കാത്ത അമ്മമാരൊക്കെ പ്രാർത്ഥനാപൂർവ്വം കൊണ്ടുപോയിട്ട് ആ നാണയത്തൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അവരെ വളരെ ഭക്തിപൂർവ്വമാണ് ശബരിമലയിലേക്ക് അയക്കുന്നത്. ശബരിമലയുടെ വിശേഷതകളുടെ കാരണമാണ്, അവിടെ വന്യമൃഗങ്ങളുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം, വലിയ കയറ്റമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നടന്നു കയറണം. അങ്ങനെ ആബാലവൃദ്ധം ആളുകൾ ഇങ്ങനെ ദർശനം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന വിപരീതമായ പരിതസ്ഥിതികളെ മറികടന്നുകൊണ്ട് വേണം, ഭക്തിയുടെ ഒരു പരിചയം ഉപയോഗിച്ചുകൊണ്ട് വേണം വിശ്വാസിക്ക് ശബരിമല കയറാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ശബരിമല ദർശനം എന്ന് പറയുന്നത് പോകുന്നവർ മാത്രമല്ല, യാത്ര അയക്കുന്നവരെ സംബന്ധിച്ചോ അവരൊക്കെ പ്രാർത്ഥനാപൂർവ്വമാണ് കാത്തു നിൽക്കുന്നത്. ഓരോ കുടുംബവും, ഒരു വീട്ടിലൊരു അയ്യപ്പൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ കുടുംബം മുഴുവൻ ഒരു വിശ്വാസ കേന്ദ്രമായിട്ട് മാറുകയാണ്. ഒരു ക്ഷേത്രത്തിന്റെ പാരിശുദ്ധ്യത ആ വീട്ടിലുണ്ടാവുകയാണ്. അങ്ങനെ നാട്ടിലെമ്പാടും ഈ മണ്ഡലമാസക്കാലം എന്ന് പറയുന്നത് ആധ്യാത്മികമായ ഒരു വിശുദ്ധിയുടെ അന്തരീക്ഷം വരികയാണ്. അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് വരുന്നത് എന്ന് വന്നപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ജനങ്ങൾ അതിനെ സമീപിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള വികാരം ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നാമജപ അടക്കമുള്ള ഒരു വലിയ പ്രക്ഷോഭം തുടങ്ങുന്നത്. അത്തരം ജനങ്ങളുടെ ഒരു പ്രക്ഷോഭത്തെ അതൊരു വഴിതെറ്റിപ്പോകാൻ പാടില്ല, അത് നിയന്ത്രണം വിട്ടുപോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനൊരു സംഘടനാ രൂപം വേണം എന്നുള്ള നിലക്കാണ് ഹൈന്ദവ സംഘടനകളെല്ലാം ചേർന്ന് ശബരിമല കർമ്മസമിതി ഉണ്ടാക്കുന്നത്. ആ കർമ്മസമിതി ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തിയിട്ട് ആചാര ലംഘനം നടത്താൻ അനുവദിക്കരുത്. അതൊരു പ്രധാനപ്പെട്ട ഒരു നിശ്ചയമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചുമതലക്കാരായ ആളുകൾക്ക് ഞങ്ങൾ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം, അതിൻ്റെ പേരിൽ ശബരിമല ഒരു സംഘർഷ കേന്ദ്രമാകാനും പാടില്ല. കാരണം ശബരിമല എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശാന്തിയാണ്. ആ ശാന്തിയും സമാധാനവും തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത്തരം ചില പരിശ്രമങ്ങൾ ചില ഒറ്റപ്പെട്ട ചില ആളുകളുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് ഉത്തരവാദപ്പെട്ട സംഘടനകൾ ഈ ചുമതല ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, യുവതീ പ്രവേശനം തടയേണ്ടതുണ്ട്, ആചാരലംഘനം പാടില്ല. പക്ഷേ ശബരിമലയിലെ ആ ഒരു ശാന്തിയും സമാധാനവും തകർക്കാനും പാടില്ല. ശബരിമല ലോകത്തെ ഒരു വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒരു ആരാധനാ കേന്ദ്രമായി പവിത്ര സ്ഥലിയായി നിലനിൽക്കേണ്ടതുണ്ട് എന്നുള്ളതുണ്ട്. അതിനനുസൃതമായ രീതിയിലുള്ള ഒരു സമരമാണ് അല്ലെങ്കിൽ സംരക്ഷണ, ഈ ശബരിമല ആചാര സംരക്ഷണ രീതിയാണ് കൈക്കൊണ്ടത്. സ്വാഭാവികമായിട്ടും അതിനോട് കേരളത്തിലുള്ളവർ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്ത് വിദേശത്ത് നിന്ന് വരെ ആളുകൾ അവരുടെ ലീവ് എടുത്ത് പോലും വന്ന് ഈ ആചാര സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. കുട്ടികളെന്ന് പറഞ്ഞു, കുട്ടികൾ മുതൽ എല്ലാ പ്രായത്തിലുള്ള ആളുകൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്.
തീർച്ചയായും അത് കേരളത്തിൽ ഉണ്ടാക്കിയ ആ ഒരു തൃപ്തി ദേശായി ഒക്കെ അങ്ങ് പൂനെയിൽ നിന്ന് വന്നിട്ട് ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിട്ട് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലല്ലോ. എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾ എവിടെ ട്രെയിനിൽ പോകുന്നുണ്ട് അവിടെ വെച്ച് നടന്നു. അങ്ങനെ എവിടെയാണെങ്കിലും പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും അലമാലകൾ തിരമാലകൾ പോലെ ഇരമ്പിയാർത്ത് വരികയായിരുന്നു. ഗ്രാമങ്ങളെന്നോ നഗരങ്ങളെന്നോ ഇവിടെ ഒരു വ്യത്യാസമില്ലാതെ ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒറ്റ മനുഷ്യരെ പോലെ ഭക്തജന സമൂഹം ആ കാലഘട്ടത്തിൽ നിന്നു. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് പോലും ഒരു പുനഃപരിശോധന നടത്തേണ്ടി വന്ന റിവ്യൂ അത്യപൂർവമാണ് ഇത്തരം കാര്യങ്ങൾ റിവ്യൂ സ്വീകരിക്കപ്പെടുക എന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് നിലവിലുള്ള സ്ഥിതി ഇപ്പൊ തുടരുന്നത് എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് പോലും ഈ കേരളത്തിൽ അന്ന് ഉയർന്നു വന്ന പ്രതിഷേധം എത്ര കനത്തതാണ് എന്നും ഇവിടുത്തെ വിശ്വാസികളെ എത്രമാത്രം ആ വിധി മുറിവേൽപ്പിച്ചു എന്നും എത്ര പ്രതിരോധമാണ് ഇവിടെ രൂപപ്പെട്ടതെന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് വരെ ബോധ്യപ്പെട്ടല്ലോ. പിന്നീട് ആ നിലയിലുള്ള ഒരു നീക്കങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാത്തതിന്റെ കാരണം ഇതാണ്. പക്ഷെ ഇതൊന്നും ബോധ്യപ്പെടാത്ത ഒരു കൂട്ടരുണ്ട്. അതാണ് ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന ആളുകളാണ്. വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ആഴമോ തീവ്രതയോ അതുപോലെ തന്നെ ഭക്തിയോ ശ്രദ്ധയോ ഒട്ടും പരിഗണിക്കാതെ തങ്ങളുടെ താന്തോന്നിത്തത്തിനുള്ള ഇരകളായിട്ട് ഹിന്ദുക്കളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവരെന്നും എക്കാലവും നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും അവർ ഈ വെല്ലുവിളി തന്നെയാണ് നടത്തിക്കൊണ്ട്. ഇപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആളാരാണ്? ഇതിന്റെ സമ്മേളനത്തിൽ വരുന്ന ആളുകളാരാണ്? പ്രസംഗിക്കുന്ന ആളുകളാണ്. അവരെ ഇതുവരെ വ്രതം ധരിച്ചവരാണ്. അവർ ഇരുമുടിക്കെട്ട് എടുത്തവരാണ്. ശരിക്കും ഈ സമ്മേളനം നടക്കുന്നത് പമ്പയിലാണ്. പമ്പയിലുള്ള ഗണപതി ഭഗവാൻ മിത്താണെന്ന് പറഞ്ഞതാണ് നമ്മുടെ സ്പീക്കർ AN ഷംസീർ. ഇദ്ദേഹം അടക്കം അവിടെ വരാൻ പോകുകയാണ് എന്നുള്ളതാണ്. അവര് ഇതൊക്കെ മിത്താണ്, ഇതൊക്കെ ആക്ഷേപിക്കപ്പെടേണ്ടതാണ്, ഹിന്ദുക്കളുടെ എല്ലാം മിത്താണ്. അപ്പൊ അതങ്ങനെ ആക്ഷേപിക്കാൻ ആർക്കും അവകാശമുണ്ട് എന്നാണ് അവർ കരുതുന്നത്. ഹിന്ദുക്കളെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ ആർക്കും പറ്റും എന്നാണ് അവർ കരുതുന്നത്, സ്വയം അങ്ങനെ കരുതുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾ അവര് ഈ വിശ്വാസത്തെ എല്ലാം തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഈ വിശ്വാസത്തെ ഇതുവരെ തകർക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അത് പൂർവാധികം ശക്തമാണ്, പ്രതിഷേധം ശക്തമാണ്, പ്രതിരോധം ശക്തമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സമ്മേളനം നടത്താൻ കഴിയും. നമ്മളാരും അതിനെതിരൊന്നുമല്ല, സമ്മേളനം നടത്തിക്കോട്ടെ. പക്ഷേ ഇത് ഒരു വെല്ലുവിളി പോലെ നടത്തുന്ന ഒരു സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടാൻ അതിന് സാധ്യമല്ല. ഇത് കുറച്ച് ആളുകൾക്ക് അവരുദ്ദേശിച്ച ചില കാര്യങ്ങൾ നടക്കും. പക്ഷേ നമ്മൾ കേരളീയ സമൂഹമൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യം എന്തായാലും നടക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ അന്ന് ഈ 2018 അന്ന് പോലീസ് വരെ നിസ്സഹായരായി നിന്ന സമയത്ത് സംഘത്തിന്റെയും BJPയുടെയും ഒക്കെ പ്രവർത്തകരാണ് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ മുന്നിലുണ്ടായിരുന്നത്. കാരണം പോലീസിലൊന്നും ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. നമ്മൾ പറയുന്നത് കേൾക്കുമ്പോഴാണ് അവർക്ക് കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. അന്ന് മത്സരത്തിന് അവിടെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായിരുന്നു ഒരു ബൈറ്റിൽ. അതിൽ പറയുന്നുണ്ട് നമ്മള് ഭക്തന്മാരാണ്, ഭക്തിയിൽ വന്നവരാണ്, അതുകൊണ്ട് ആ ഭക്തി വിടാതെ വേണം ഓരോ പോരാട്ടവും മുന്നിലേക്ക് വെക്കാൻ എന്ന് പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ഭക്തരുടെ ഒരു അവസ്ഥ എന്തായിരുന്നു ശബരിമലയിൽ? അതായത് ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ, പ്രത്യേകിച്ച് ശബരിമല പോലത്തെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോലീസാണെങ്കിൽ ആയിരക്കണക്കിന് പോലീസുകാരുണ്ട്. അവരുടെ എല്ലാ മർദ്ദക ഉപാധികളും അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ തയ്യാറെടുപ്പുകൾ അവരും നടത്തുന്നുണ്ട്. അവിടെ ആചാരലംഘനം നടത്താൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമം നടക്കുന്നുണ്ടെന്നുള്ള വിവരം അടിക്കടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലരെ പമ്പയിൽ എത്തിച്ചിരിക്കുന്നു, ചിലവരെ കാട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നു, പോലീസ് അവരെ കൊണ്ടുവരുന്നുണ്ട്. മേലെ നിന്നുള്ള കർക്കശമായ നിർദ്ദേശമാണ് ഇന്ന് ആചാരലംഘനം നടത്തണം, ഇന്നൊരു യുവതിയെ കയറ്റണം എന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് വിവരങ്ങളൊക്കെ ധാരാളമായി വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. എല്ലാ പോലീസുകാരും ഇതുപോലെ അതിനെ അരുനിൽക്കുന്നവരൊന്നുമല്ലോ, വിശ്വാസികളായ ആളുകൾ ആണ് കൂടുതലുള്ളത്. അപ്പോൾ അവർ തന്നെ പറയും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ജാഗ്രതയോടെ ഉണ്ടാകണം എന്ന് അവരും പറയും. അപ്പൊ അങ്ങനെയുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പക്ഷെ പലപ്പോഴും അതിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, പോലീസുകാരുണ്ട്. അവർ ഭക്തന്മാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അപ്പൊ അതിനിടയിലാണ് ഒരു യുവതി എന്ന് പ്രചരണത്തിൽ ഒരാൾ വരുന്നത്. അവര് ചിലപ്പോൾ അത് തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും ഒരു യുവതി നേരെ 18-ാം പടിയുടെ അടുത്ത് എത്തുന്നു എന്നൊരു സാഹചര്യം വരികയാണ്. പോലീസ് വലയത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ ഭക്തജനങ്ങൾ തെറ്റിദ്ധരിച്ചു, ഒരു നേരത്തെ പ്രായപരിധിക്ക് ഉള്ളിലുള്ളവരാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവർക്ക് സ്വാഭാവിക നാമജപം നടത്തി ഒരു ബഹളം ഉണ്ടായി. പിന്നെ ഒരു ഇരമ്പി മറയലായിരുന്നു. പോലീസിന് ഭക്തരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലാത്തിച്ചാർജ് നടന്നാൽ തന്നെ ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ അവസാനം പോലീസിന് അവരെ അറ്റകൈ പ്രയോഗം നടത്തേണ്ടി വന്ന ശബരിമലയിൽ ചോര വീഴുന്ന ഒരു സാഹചര്യം ഉണ്ട്.
അപ്പോൾ അത്തരമൊരു സാഹചര്യം വന്ന സമയത്താണ് നമ്മളെല്ലാവരും ആ കാര്യത്തിൽ ഇടപെട്ടത്. അങ്ങനെ പോലീസിൻ്റെയും കൂടി അഭ്യർത്ഥനയെ തുടർന്ന് നമ്മൾ ഇടപെടുകയും ആ ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തത് അങ്ങനെയാണ്. നമ്മളത് ഭക്തന്മാരെന്നുള്ള ആൾക്ക്, പൗരന്മാരെന്നുള്ള ആൾക്ക്, വിശ്വാസികൾ എന്നുള്ള ആൾക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോയവരല്ല. നമ്മളായിരുന്നു ശരി, വിശ്വാസികളായിരുന്നു ശരി, വിശ്വാസികളുടെ നിലപാടായിരുന്നു ശരി, വിശ്വാസികൾ പറഞ്ഞതായിരുന്നു ശരി എന്നുള്ളത് ഇപ്പോൾ ബോധ്യമായല്ലോ. ഇപ്പം എല്ലാവർക്കും ബോധ്യമായല്ലോ. ഇപ്പം എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് ഈ കർമ്മസമിതിയും വിശ്വാസികളും എടുത്ത നിലപാടും എടുത്ത റിസ്ക്കും അതായിരുന്നു വേണ്ടിയിരുന്നത്, അതാണ് ശരി എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് ആ കാലഘട്ടത്തിൽ ആ ഒരു നിലയിലും നിലവാരത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ ഇടപെട്ടുള്ളൂ. നമ്മൾ നിയന്ത്രണം വിടുകയോ അല്ലെങ്കിൽ ഒരു ശബരിമല ഒരു സമരകേന്ദ്രമാക്കാൻ ശ്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല. കാരണം ഉത്തരവാദപ്പെട്ട സംഘടനകളും ഉത്തരവാദിത്ത ബോധമുള്ള വ്യക്തികളും ചേർന്നാണ് ആ സമയത്ത് ശബരിമല സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം അവിടെ നടത്തിയത് എന്നുള്ളതുകൊണ്ട് അത് വഴിതെറ്റിപ്പോകാനോ വഴിവിട്ടു പോകാനുള്ള ഒരു ശ്രമവും അവിടെ ഉണ്ടായിട്ടുമില്ല, അതിനെ അനുവദിച്ചിട്ടുമില്ല. ഒരുപാട് വൈകാരികമായ ദൃശ്യങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു സമയത്ത്. ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? നിശ്ചയമായിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ടും അവര് കണ്ണീരോട് കൂടിയിട്ടൊക്കെ വളരെ പ്രായമുള്ള അമ്മമാരൊക്കെ അവര് അയ്യപ്പന്റെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആ ഒരു പരിശ്രമങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ അവരുടെ ഉള്ളിലൊക്കെ ഈ നിലയിലുള്ള അയ്യപ്പനോടുള്ള ഭക്തിയും അതുപോലെ അവിടുത്തെ ചിട്ടകൾ തകർക്കരുത് എന്നുള്ള ബോധ്യമൊക്കെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വരെ കയറി എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ജാഗരണവും അതുപോലെ തന്നെ ഉണ്ടായ ഒരു പ്രചരണവും അതുണ്ടാക്കിയ വിശ്വാസവും എല്ലാം വളരെ വിവരണാതീതമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു സന്ദർഭത്തിൽ ഇങ്ങനെ കാണാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ സംവിധാനങ്ങൾ ഒരു ഗവൺമെന്റ് മുഴുവൻ പരിശ്രമിക്കുന്നു, അവരുടെ ലക്ഷക്കണക്കിന് പോലീസുകാർ പരിശ്രമിക്കുന്നു. പക്ഷെ എന്നിട്ടും അവർക്ക് വിജയിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. നിരവധി സംഭവങ്ങളുണ്ട് അതുപോലുള്ള അമ്മമാരുടെ ഭാഗത്തുനിന്ന്, കുട്ടികളുടെ ഭാഗത്തുനിന്ന്, ഭക്തന്മാരുടെ ഭാഗത്തുനിന്ന് എത്രയോ കാലം അവിടെ വന്ന് ആ ഒരു ആചാര സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ അതിനിടയിൽ ജീവൻ പിടിയേണ്ടി വന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ധാരാളം പേര് ജീവൻ വെടിയേണ്ടി വന്നിട്ടുണ്ട്. ആ സമരത്തിനിടയിൽ ആക്രമണത്തിനിടയിൽ മരിച്ച ആളുകളുണ്ട്. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ചില ആളുകളുണ്ടായിരുന്നു. നമ്മുടെ ഒരു മേജർ ആ സമരത്തിൻ്റെ ഒക്കെ ഒരു നേതൃത്വം കൊടുത്ത ഒരു ലാൽകൃഷ്ണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെ തുടർന്നുണ്ടായ ഒരു അസുഖബാധിതനായിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന് ജീവൻ വെടിയേണ്ടി വന്നത്. ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടുവന്ന അതിന് നേതൃത്വം കൊടുത്ത ഒരു സാത്വികനായ ഒരു ആളായിരുന്നു. അപ്പം അങ്ങനെ നിരവധി പേരുണ്ട്. അങ്ങനെ വളരെ വൈകാരികമായ അതോടൊപ്പം തന്നെ വളരെ അധികം ഹൃദയഭേദകമായ ഒരുപാട് രംഗങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം അയ്യപ്പനും കണ്ടു. അതിനനുസൃതമായ ഒരു തീരുമാനം എല്ലായിടത്തുനിന്നും ഉണ്ടാക്കാനും അയ്യപ്പന് സാധിച്ചു എന്നേ വിശ്വാസികളായ ആളുകൾക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് അമ്മമാർ മകനെ പോലെയാണ് ആ സമയത്ത് വത്സരനെ കണ്ടിരുന്നത്. കാരണം ആ സമയത്ത് അവരുടെ ഒരു വിശ്വാസം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നത്, ഇവിടെ സ്ത്രീകൾ പ്രവേശിക്കില്ല, അത്തരത്തിൽ വലിയൊരു വിശ്വാസം ആ അമ്മമാരിലും കുഞ്ഞുങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അല്ല, അതിലിപ്പോ ആയിരക്കണക്കിന് ആളുകൾ അതുണ്ടായിരുന്നു. അതിലൊരു വ്യക്തി എന്നുള്ള ആൾക്കോ ഏതാനും വ്യക്തികൾ എന്നുള്ള ആൾക്കല്ല. ഇപ്പോ രംഗത്ത് വരാതെ അണിയറയിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ 1000-1500 ആളുകൾ അവിടെ ഉണ്ടാകേണ്ടിയിരുന്നു ഇതിൻ്റെ സംരക്ഷണത്തിൽ. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശത്ത് നിന്ന് ഓരോ ദിവസം എവിടെ നിന്ന് ആര് വരണം, അപ്പോൾ അവരെ നേരത്തെ അറിയിക്കണം, അവർ വ്രതം ധരിക്കണം, അവർ മുദ്ര ധരിക്കണം, എന്നിട്ട് വേണം ശബരിമല വരെ ഇരുമുടിക്കെട്ടുമായിട്ട് വരണം. അല്ലാതെ വെറുതെ ഒരു സമരത്തിന് പോകുമ്പോൾ പെട്ടെന്ന് വേണ്ടി ജാഥ നടത്തേണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി മുൻകൂട്ടി അവർ തയ്യാറാക്കണം. അവർ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് വരണം. ചിലപ്പോൾ ആ യാത്ര ജയിലിലേക്കുള്ള യാത്രയും കൂടിയാവും. നാമം പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിടും, അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഓരോ ദിവസവും 2000-2500 പേരെ ഓരോ ദിവസവും ഈ മണ്ഡലകാലയളവിലും അതുപോലെ തന്നെ മകരവിളക്ക് ഉത്സവത്തിൻ്റെ സമയത്തും തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം കേരളം മുഴുവനും നടന്നിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഇവിടുന്ന് ആര് വരണമെന്ന് കൃത്യമായിരുന്നു. അങ്ങനെ വന്ന ആളുകൾ എവിടെ നിൽക്കണം, എന്ത് ചെയ്യണമെന്ന് കൃത്യമായിരുന്നു. അതിനുള്ള ഒരു വലിയ ആസൂത്രണം അതിന് പിറകിൽ നടന്നിട്ടുണ്ട്. ആ പ്രവർത്തനം വിജയകരമായി നടന്നുകൊണ്ടാണ്, കൃത്യമായി നടന്നുകൊണ്ടാണ് അതിന് പിറകിൽ ഒരു സംഘടനാ സംവിധാനം
അത് ഉറക്കമിളച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് ആചാര സംരക്ഷണം നടത്താനും അതുപോലെ വിജയിപ്പിക്കാനും ആചാര ലംഘനം നടത്തുന്ന ശ്രമത്തെ തടയാനും സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിൽ പ്രവർത്തിച്ച നിരവധി ആളുകളുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാധാന്യം എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്നാലും ആ സന്ദർഭത്തിന് ശേഷം അമ്മമാരൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നിശ്ചയമായിട്ടുണ്ട്. അത് ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ദൃശ്യപരത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നീട് കാണുന്ന സമയത്ത് അതുവരെ പരിചയമില്ലാത്ത പല ആളുകൾ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയും അവർ അന്ന് ശബരിമലയിൽ കണ്ടിട്ടുണ്ട് എന്ന രീതിയിൽ പറയുകയും അത് വളരെ പ്രത്യേകതയോടുകൂടി അത് ഒരു സാധാരണ വ്യക്തിയോടുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സ്നേഹവും പരിഗണനയും ഒക്കെ നൽകുകയും ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വളരെ വൈകാരികമായ ഒരു അനുഭൂതിയായി. അയ്യപ്പൻ എത്രമാത്രം, അയ്യപ്പ ഭക്തി എത്രമാത്രം സ്വാധീനം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനും അതൊരു ഉള്ളിയായി ഉൾക്കൊള്ളാനും എല്ലാം ഉള്ള സന്ദർഭമായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം കലിയുഗ വരദനാണ് അയ്യപ്പൻ. കലിയുഗത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഉച്ചനീചത്വങ്ങളെ എല്ലാം ഇല്ലാതെയാക്കുന്ന ഒരു ഇടമാണ് ശബരിമല. അവിടെയാണ് ഇന്ന് ഇപ്പോൾ വേർതിരിവുകൾ വരാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഇത്തരത്തിൽ സംഗമം, ഒരു ഭക്തസംഗമം ഉണ്ടാക്കി വീണ്ടും ആളുകളെ കബളിപ്പിക്കാൻ സർക്കാർ വരുന്നത്. ഇതിനുള്ള ഒരു തിരിച്ചടി സർക്കാരിന് തീർച്ചയായിട്ടും ലഭിക്കില്ലേ എന്നുള്ളതാണ്. നിശ്ചയമായിട്ടും ഉണ്ടാവും. അത് കളി അയ്യപ്പനോട് വേണ്ട എന്നൊരു ചൊല്ല് തന്നെയാണ്. അവർക്ക് ചിലർ കണ്ടാൽ പഠിക്കും, ചിലർ കൊണ്ടാൽ പഠിക്കും. കൊണ്ടിട്ടും പഠിക്കാത്ത ചില ആളുകളുണ്ട്. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ 1-ാം ക്ലാസ്സുകാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവർക്കെപ്പോഴും അവർ തിരിച്ചടികൾ എന്ന് പറയുന്നത് അവർ പാഠം പഠിക്കുക എന്നുള്ളത് അവരുടെ ജനുസിലേ ഇല്ല. അത് അവരുടെ സ്വഭാവമല്ല. അവർ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അവർ പറയും ഞങ്ങളത് തിരുത്തിയെന്ന് പറയും. അതിലും വലിയ തെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നേരത്തെയുള്ള തെറ്റ് തിരുത്തുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഉപ്പുവെച്ച കലം പോലെ ആയത്. ഒരു കാലത്ത് ഈ രാജ്യം ഭരിക്കുമെന്ന് പറഞ്ഞു തന്ന ആളുകൾ, അതിനനുസൃതമായ സംവിധാനങ്ങളും സംഘടനാശേഷിയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ എവിടെ എത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്. കേരളത്തിൽ ഈയിടെ അവരുടെ പാർട്ടിയുടെ സെക്രട്ടറി പറയുണ്ടായി, ശബരിമലയിൽ RSSകാരെക്കാളും വിശ്വാസികളായി പോകുന്നത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ അയാൾ എത്ര ലോക പരാജയമാണ് എന്ന് തെളിയിക്കുന്നതാണ്. സ്വന്തം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ പഠിപ്പിക്കുന്നതിലുള്ള ഒരു വീഴ്ച കൊണ്ടാണ് അവരുടെ ഭൗതികവാദം എന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന അവരുടെ ആശയം കടലിലെറിഞ്ഞിരിക്കുന്ന അവരുടെ അണികൾ എന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനമാണ് നടത്തുന്നത്. അപ്പൊ ലജ്ജയില്ലാതെ ഇങ്ങനെ പറയാണ്. ഇതേ സംസ്ഥാന സെക്രട്ടറി തന്നെ ജോത്സ്യന്റെ അടുത്ത് പോയി എന്ന് പറയുന്ന ഒരു വിവാദം നിലനിൽക്കുന്നുണ്ട്. അത് പലയിടത്തും പോകുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് അവരുടെ കാര്യം, അവരുടെ വ്യക്തിപരമായ കാര്യം. ഏതായാലും അണികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഇതൊക്കെ വലിയ ചർച്ചയാണ്. ബാക്കിയുള്ളവരെല്ലാം ആക്ഷേപിക്കുന്ന ചില ആളുകൾ സ്വന്തം കാര്യം വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന ഒരു വിരോധാഭാസവും കൂടി അതിലുണ്ട്. അത്തരം ഒരു വിമർശനങ്ങളും കൂടി സമൂഹത്തിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഏതായാലും അയ്യപ്പനോടുള്ള കളി അത് ഗുണകരമാവില്ല എന്ന് അവർ ചിന്തിച്ചാൽ നന്ന്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തെയും വിശ്വാസികളെയും അയ്യപ്പനെയും ക്ഷേത്രത്തെയും ആചാരങ്ങളെയും ചിട്ടകളെയും ഒക്കെ മുഖവിലക്കെടുത്തും അതിനെ പരിഗണിച്ചും മാത്രമേ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതിനെയൊക്കെ അവഗണിച്ചും തകർക്കാനും ആരെങ്കിലും മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ തകരുകയല്ലാതെ അയ്യപ്പ വിശ്വാസവും അയ്യപ്പ ക്ഷേത്രത്തിനും ഒരു പോറലും ഏൽക്കില്ല എന്ന ഉറച്ച ബോധ്യം കോടിക്കണക്കായ അയ്യപ്പ വിശ്വാസികൾക്കുണ്ട്. നന്ദി. നമസ്കാരം.